സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമതി കേസിന് സാക്ഷി പറയാനായിട്ട് നാട്ടിലേക്ക് വരുന്നു ബോംബെയിൽ നിന്നും. എന്നാൽ ചന്ദ്രമതിയെ പിക്ക് ചെയ്യാൻ പ്രഭാവതിക്ക് ആകുന്നില്ല. അതിനു മുമ്പ് തന്നെ ചന്ദ്രമതി എത്തിക്കഴിഞ്ഞു. അതേസമയം ത്യാഗരാജനും അരുന്ധതിയുടെ ആൾക്കാരും ചന്ദ്രമതിയെ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ തന്നെ ഫോളോ ചെയ്യണമെന്നുള്ള രൂപത്തിൽ പോവുകയും ചെയ്യുന്നുണ്ട്. ആരാണ് ചന്ദ്രമതിയെ കൂട്ടിക്കൊണ്ടുവന്നതെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, പ്രഭാവതി ഇപ്പോഴും ചന്ദ്രമതിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ തന്നെയാണ്. കാരണം ഇപ്പോഴും ചന്ദ്രമതി തങ്ങളുടെ കൂടല്ല വന്ന് നിൽക്കുന്നത്, മറഞ്ഞു നിൽക്കുന്നു. കേസിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. കാട്ടൂരാൻ പറയുന്നുണ്ട്, ഞാൻ നേരിട്ട് എന്തായാലും ചന്ദ്രമതിക്കൊന്നും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. കാരണം ത്യാഗരാജൻ്റെ ആൾക്കാർ എന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരിക്കും. അപ്പം പ്രഭാവതിയോട് പഠിപ്പിച്ചു തരാം, അത് പ്രഭാവതിയായിട്ട് ചന്ദ്രമതിക്ക് പറഞ്ഞു കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് അഡ്വക്കേറ്റ് മോഹൻ തമ്പിയെ കാണുന്നുണ്ട്. മോഹൻ തമ്പിയെ കണ്ടതും കാട്ടൂരാൻ വക്കീൽ ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കേസ് നിങ്ങൾക്കെതിരെ വാദിക്കാൻ പോകുന്നത് ആരാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നു. അപ്പം കാട്ടൂരാൻ പറയുന്നുണ്ട്, ഇല്ല സാർ, ആരാ, ഞാൻ തന്നെയാണ്. അത് കേട്ട് ഷോക്കായി നിൽക്കുന്ന പ്രഭാവതിയും കാട്ടൂരാനെയും കാണിക്കുന്നു. അതേസമയം നമ്മുടെ ദേവികയാണെങ്കിൽ അരുന്ധതിയുടെ വീട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടി മറ്റൊരു ചെറുപ്പക്കാരനോടൊപ്പം അത്യാവശ്യമായി പുറത്തേക്ക് പോകുന്നുണ്ട്. അവൾ വാൺ ചെയ്തിട്ടാണ് പോകുന്നത്, മുകളിലത്തെ നിലയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും കയറി പോകരുതെന്ന്. പക്ഷേ ദേവികയല്ലേ ആള്, മോളിൽ നിന്ന് ആ ബെല്ലച്ച് കേട്ടപ്പോഴത്തേക്കും ദേവിക അതെന്തെന്നറിയാൻ വേണ്ടിയിട്ട് കയറി പോകുന്നതും അരുന്ധതി വീട്ടിലേക്ക് എത്തിയതും ഒരുമിച്ചായിരുന്നു. ആ അലാറം വെച്ച സൗണ്ട് കേട്ടപ്പം തന്നെ അരുന്ധതിക്ക് ഒരു സംശയം, ഇനി ദേവിക മേളിലെങ്ങാണ് കയറിപ്പോയോ എന്ന്. ദേവിക മേളിൽ കയറിപ്പോയതും പോരാഞ്ഞിട്ട് ഡോറ് തുറക്കാൻ പറ്റാഞ്ഞ് അവിടെ ഇരുന്ന ചാവി എടുത്ത് തന്നെ തുറക്കാൻ നോക്കുന്ന സമയത്ത് അരുന്ധതി മേളിൽ ഓടിക്കേറി വരുന്നുണ്ട്. ദേവിക ഡോറ് തുറക്കാൻ പോകുന്നത് കണ്ടിട്ട് അരുന്ധതി ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് ദേവികയോട്. എൻ്റെ പ്രൈവറ്റ് റൂമിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് കയറാൻ നോക്കുന്നുണ്ടോ, മര്യാദയ്ക്ക് താഴെ ഇറങ്ങി പോകാൻ പറയുന്നുണ്ട്. അങ്ങനെ ദേവികയ്ക്ക് ആ സത്യം കണ്ടുപിടിക്കാനായില്ല. മാത്രമല്ല അരുന്ധതി ഈ കാര്യത്തെ ചൊല്ലി ദേവികയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നും അറിയത്തില്ല. എന്താവുമെന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും ത്യാഗരാജൻ്റെയും അരുന്ധതിയുടെയും CPയുടെയും പ്ലാനാണോ വിജയിക്കാൻ പോകുന്നത്, പ്രഭാവതിയാണോ വിജയിക്കാൻ പോകുന്നതെന്ന് വരും എപ്പിസോഡ് കണ്ടാൽ മാത്രമേ അറിയാൻ പറ്റൂ. എന്തായാലും കാട്ടൂരാന് ഈ കേസ് വാദിച്ച് ജയിക്കാൻ പറ്റും. ചന്ദ്രമതി ഇവർക്ക് അനുകൂലമായി മൊഴി കൊടുക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കാം. അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.